എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാരുടെ മെയ് മാസത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. തിരുവാതിര നക്ഷത്രക്കാരുടെ മെയ് മാസത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. മെജീഷ്യൻ എനർജി, അതേപോലെ സ്റ്റാർ കാർഡാണ് 7 ഓഫ് കപ്സ്, ലവേഴ്സ്, 7 ഓഫ് wands, 7 ഓഫ് swords. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ മെജീഷ്യൻ എനർജി എന്ന സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. വളരെയധികം സാധ്യതകളുള്ള ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. ഇവിടെ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ചെറുതായിട്ടെങ്കിലും ഒരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ വലിയൊരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. പിന്നെ ആഗ്രഹം, ഡ്രീംസ് എനർജിയാണ്, പോസിറ്റിവിറ്റിയാണ്. ആഗ്രഹ സബലീകരണത്തിന് സാധ്യമാകുന്ന ഒരു സമയമാണ്. പക്ഷേ നിങ്ങൾ ചില ആളുകളുടെ എനർജീസിൽ നെഗറ്റിവിറ്റീസ് കാണിക്കുന്ന, അതായത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഇരുന്നിടത്തുനിന്ന് അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നിട്ട് എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചു. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, വഴിപാടുകൾ കഴിക്കാറുണ്ട് ആളുകൾ കാര്യം നടക്കാൻ. പക്ഷെ കാര്യം നടക്കാൻ നിങ്ങൾ വെറുതെ കാലി നീട്ടി ഇരുന്നിട്ട് കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. നിങ്ങൾ ആദ്യത്തെ ചുവട് വയ്ക്കുകയാണ് എങ്കിൽ വളരെ പോസിറ്റീവ് എനർജിയാണ്, തടസ്സങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യത്തെ ചുവട് വെച്ചാൽ മുന്നോട്ടേക്കുള്ള അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വന്ന് നിങ്ങളെ സഹായിച്ച് മുമ്പോട്ടേക്ക് പോകാനായിട്ട്. പക്ഷെ മുമ്പോട്ടേക്ക് പോകാൻ ആളുകളുടെ സഹായം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാലെടുത്ത് ചുവട് വെച്ചാൽ മാത്രമേ മുന്നോട്ടേക്ക് പോവുള്ളൂ. അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി തെളിച്ചു തരാനും എങ്ങനെയാണ് പോകേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞു തരുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവാനുഗ്രഹം വേണ്ടുകൊള്ളുണ്ട്, ഭാഗ്യം, ദൈവാനുഗ്രഹം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ വളരെയധികം കൂടുതലുള്ള സമയമാണ് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക്. പിന്നെ ഇവിടെ പറയാനുള്ള, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, അതായത് വാക്ക് തർക്കങ്ങൾ, ഇപ്പോ നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടുകാരുമായിട്ട് പ്രശ്നങ്ങൾ, അയൽവാസികളായിട്ട് പ്രശ്നങ്ങൾ, വഴി തർക്കം, വസ്തു തർക്കം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പൊ അവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല, വഴക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ അങ്ങനെയുള്ള പല തർക്കങ്ങളോ കാര്യങ്ങളോ, കേസ്, കോടതി, വഴക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശുഭസൂചകമായിട്ട് നിങ്ങളുടെ ഫേവറിൽ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നല്ലത് എന്നുള്ള രീതിയിൽ വിധി വരുന്നു എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ്. അതേപോലെ തന്നെ പുതിയൊരു തുടക്കമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇന്ന് വരുന്ന ഒരു 13 മാസക്കാലം നിങ്ങൾ ചെയ്യുന്ന, ഈ മാസം തുടങ്ങി മുന്നോട്ടേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതാവസാനം വരെ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങുന്നവർക്കാണെങ്കിൽ ഈ ഒരു വർഷക്കാലത്തേക്ക് അതിന്റെ പുറകെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോവാ. ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതം നിങ്ങളുടെ പച്ച പിടിക്കാനുള്ള ഒരു അവസ്ഥ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കോഴ്സിനെ സംബന്ധിച്ച് കാര്യങ്ങൾ കാണിക്കുന്നത്, മക്കള് എഞ്ചിനീയറിംഗ്, മെഡിസിൻ പോലുള്ള കോഴ്സുകൾ, എൻട്രൻസ് എക്സാം എഴുതി കിട്ടുന്ന മെറിറ്റിൽ കോഴ്സിന് കിട്ടാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെ മക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷവും കൂടിയിട്ട് കാണുന്നുണ്ട്. പ്രയത്നിക്കുന്നതിനുള്ള ഫലം കൃത്യമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ ഇത് തീർച്ചയായിട്ടും ഇത് സ്വപ്നമാണ്. സ്വപ്നം സാക്ഷാത്കാരം എന്നുള്ള കാര്യം തന്നെയാണ്. പുതിയ തുടക്കം, ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ നിങ്ങൾ എന്തെങ്കിലും ലോൺ എടുത്തൊക്കെ റിസ്ക് എടുക്കുന്നവരാണെങ്കിൽ റിസ്ക് എടുത്ത് വിജയിപ്പിക്കാൻ പറ്റുന്നുണ്ട്. റിസ്ക് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പരിചയമില്ലാത്തൊരു മേഖലയിലേക്ക് ചാടി ഇറങ്ങാനല്ല. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന, കുറച്ച് പരിചിതമായിട്ടുള്ള സാഹചര്യം, കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധ്യതയുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു മാസം എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. ഫാഷൻ ഇൻഡസ്ട്രി, കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രി, ഇപ്പൊ ബ്യൂട്ടി പാർലർ, അതല്ലാതെ തരത്തിലുള്ള കോസ്മെറ്റിക്സ്, വസ്ത്ര വ്യാപാര വിപണന രംഗം, ഫാഷൻ ഇൻഡസ്ട്രി ആയിട്ടുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഫോട്ടോഗ്രാഫി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ്,
അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി വിജയസാധ്യതകളുള്ള സമയമാണ്. സ്വന്തം കഴിവ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 7 ഓഫ് കപ്സ് എനർജി ആൻഡ് ലവേഴ്സ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി നിങ്ങളിലേക്ക് തരുന്ന മെസ്സേജ്, നിങ്ങളുടെ സ്വപ്നം, നിങ്ങൾ പ്രത്യേകം ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, ഒരു വിചാരങ്ങളും ധാരകളും ചിന്തകളും വികാരങ്ങളും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതുവരെ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ വട്ടാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അധിക്ഷേപിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് തന്നെ പേരും പ്രശംസയും ലഭിക്കുന്നതായിട്ടുള്ള ഒരു സൂചന കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. ലവേഴ്സ് എനർജിയാണ്. ഇത്യാദി കാര്യങ്ങളെ വിവാഹത്തിലൊക്കെ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നതിനുള്ള ഒരു അവസരം കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിവാഹം അതുപോലുള്ള മറ്റു കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾ മുന്നേറുന്നതിന്റെ ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്വന്തമായിട്ട് എന്തോ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നുണ്ട്. ഇതുവരെ ആരും നിങ്ങളുടെ ആ ഒരു പ്രദേശത്ത്, നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ അങ്ങനെ വളരെ ചുരുക്കം തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ സഫലമായിട്ടുള്ള എന്തെങ്കിലും, സക്സസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ തുടങ്ങിയിട്ടില്ലാത്ത ഒരു കാര്യം, അതുപോലെ എന്തെങ്കിലുമൊക്കെ തുടങ്ങി വിജയിപ്പിക്കുന്നതിനുള്ള ഒരു അവസരം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ അത് ഒരു നല്ല രീതിയിൽ മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ആളുകൾ ഉണ്ടായെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ വിജയിക്കാനാണ് സാധ്യത. ഒന്ന്, നിങ്ങളായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭം, ആദ്യത്തെ ഒരു സംരംഭം നിങ്ങളായിട്ടാണ് നാട്ടിലത് തുടങ്ങുന്നത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നു. വിവാഹം പോലുള്ള കാര്യങ്ങൾ, ഇപ്പൊ പ്രണയത്തിലായിട്ടുള്ളവർക്ക് പ്രണയവിവാഹം നടക്കുന്നുണ്ട്. അറേഞ്ച് മാരേജ് സിറ്റുവേഷനും സൂചിപ്പിക്കുന്ന വിവാഹം എന്നുള്ള രീതിയിൽ. പ്രണയത്തിലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ചില ആളുകൾ മാതാപിതാക്കളുടെ ഇഷ്ടം നോക്കാതെയുള്ള രീതി, അതായത് ചിലപ്പോൾ അവർക്കൊരു രജിസ്റ്റർ മാരേജ് ആയിരിക്കും താല്പര്യം, വീട്ടുകാർക്ക് ഇഷ്ടമുള്ള പോലത്തെ രീതിയിലായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു വലിയ ചർച്ച തന്നെ കുടുംബത്തിൽ നടക്കുന്നുണ്ടാവും. വിവാഹം ഏത് രീതിയിൽ നടത്തണം, എങ്ങനെ നടത്തണം എന്നൊക്കെയുള്ള രീതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചർച്ച തന്നെ കുടുംബത്തിൽ വിവാഹമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നടക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ പാരന്റ്സ്, അതായത് വീട്ടുകാരായിട്ട് ദൂരെയാണ് താമസിക്കുന്നത്, പ്രായമായിട്ടുള്ള മാതാപിതാക്കളിൽ നിന്ന് ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ച് വീട്ടിൽ അല്ലെങ്കിൽ മാതാപിതാക്കളെ നിങ്ങളോടൊപ്പം കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവർ താമസിക്കുന്നിടത്ത് വന്ന് താമസിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനുള്ള ഒരു അവസരം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഈ മാസത്തിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ 7 ഓഫ് ഫോൺസ് എനർജി, 7 എനർജീസ് ആണ്. അപ്പോൾ 7 ഓഫ് ഫോൺസ് ആൻഡ് 7 ഓഫ് സോൾസ് എനർജിയാണ്. ഈ ഒരു മാസം അവസാനത്തിൽ അവസാനത്തോട് അടുക്കുമ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, കഠിന പ്രയത്നം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള അവസരം, അതിനുള്ള വിജയം തന്നെയാണ്. എന്നിരുന്നാലും ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ചില കാര്യങ്ങളിൽ നിങ്ങൾ അശ്രദ്ധ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാവാം, നഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളല്ല, മറിച്ച് നഷ്ടങ്ങൾ. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കാതെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോവാം, അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ നഷ്ടപ്പെടാൻ സാധ്യതകളുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിലല്ല, ഒരു കാര്യം നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ, ആ സാമ്പത്തിക നഷ്ടം, അതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സ്വർണ്ണമാലയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് കെയർലെസ് ആയിട്ട് വെച്ചിട്ട് പോകുന്ന, അതേപോലെ മറ്റെന്തെങ്കിലും പല കാര്യങ്ങളും മറന്നു വെച്ചിട്ട് പോകുന്ന, കുറച്ച് വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ മറന്നു വെച്ചിട്ട് പോകുന്നതിനോ നഷ്ടപ്പെടുത്താനുള്ള ഒരു അവസരവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അശ്രദ്ധ ഒഴിവാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ മറവി കുറച്ച് കൂടുതലുള്ള സമയമാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വെച്ച് മറന്നു പോകും. ഇപ്പോൾ ചിലപ്പോൾ കൊടയോ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ താക്കോൽ എവിടെയെങ്കിലും വെച്ച് മറന്നു പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു അശ്രദ്ധ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എവിടെ നിന്ന് ഇറങ്ങുമ്പോഴും എവിടേക്ക് പോകുമ്പോഴും ഒക്കെ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് അതൊക്കെ കയ്യിലുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അല്ലാത്ത പക്ഷം അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കുട്ടികളൊക്കെ ആയിട്ട് പുറത്തു പോകുമ്പോൾ ഈ അശ്രദ്ധയുള്ള ചില ആളുകൾ കുട്ടികളെ എവിടെയെങ്കിലും അവിടെ തന്നെ മറന്നു വെച്ചിട്ട് പോകാനുള്ള സാഹചര്യം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ അശ്രദ്ധ ഉണ്ടെങ്കിൽ പ്രത്യേകം കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഫാമിലിയിൽ മറ്റാരെങ്കിലും ഒക്കെ ആയിട്ട് പോകുമ്പോൾ മാത്രം കുട്ടികളെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളത് എടുത്തു പറയുന്നു.
അത് വലിയൊരു പ്രശ്നമൊന്നും ആകുന്നില്ല. അത് പരിചയമുള്ള ആളുകളൊക്കെ തിരിച്ച് അത് അറിയുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുട്ടികളെ നഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല, കുറച്ച് നേരത്തേക്കുള്ളൊരു മനസ്സമാധാനക്കേട്, കുട്ടി എവിടെ പോയി എന്നുള്ള അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.